ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ ഈസി ആയിട്ട് ഒരു ഹെയർ കണ്ടീഷണർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ഈ പാറി പറന്ന മുടികൾക്ക് ഒരു മയത്തം വരാനും നല്ല സിൽക്കി ആൻഡ് അതേപോലെ ഡാൻഡ്രഫിനെ കൺട്രോൾ ചെയ്ത് നിൽക്കാനൊക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കണ്ടീഷണറാണ്. അതേപോലെ നിങ്ങൾക്ക് ഓയിൽ തേക്കാൻ മടിയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടും. ഷാമ്പു തേച്ചിട്ടുണ്ടെങ്കിൽ മുടി ഇങ്ങനെ പാറി പറക്കുന്നവർക്കുണ്ടല്ലോ, അങ്ങനത്തെവർക്കൊക്കെ നമ്മുടെ ഈ ഒരു ഈ ഒരു കണ്ടീഷണർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആദ്യം നമ്മൾ എടുക്കുന്നത് 1 kg കണ്ടീഷണർ ബേസ് ആണ്. കണ്ടീഷണറിന് മാത്രമായിട്ടുള്ള ബേസ് ആണ് കേട്ടോ. നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്നതാണ്. 1 kg എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഒഴിക്കുന്നത് ഒരു അത്യാവശ്യം ഇത് നല്ലോണം ഇനി ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വലുപ്പമുള്ള ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ്. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ അതിലൊരു നനവോ ഒന്നും പാടില്ല. നല്ലോണം കഴുകിയിട്ട് നിങ്ങൾ നല്ലോണം തോത്തി ഉണക്കിയെടുക്കണം. ജലാംശം ഒട്ടും പാടില്ല കേട്ടോ. അപ്പോൾ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചീത്താവാൻ കാരണമാവും കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ബേസാണ്. അപ്പോൾ കുറച്ച് പാടൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് എടുക്കാം. പിന്നെ നിങ്ങൾ കൈ തട്ടാതെ ശ്രമിക്കുക. ഗ്ലൗസ് ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. ഗ്ലൗസ് ഇടണം എന്നുള്ളവർക്ക് ഗ്ലൗസ് ഇടാം കേട്ടോ, യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ പെട്ടെന്ന് കാണിച്ചു തരും. നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അല്ലെങ്കിൽ വീഡിയോ കുറേ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. പറയാനുള്ള കാര്യം പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെ ബേസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് വീറ്റ് ജേം ഓയിലാണ്. അപ്പോൾ അത് മുടിക്ക് തിളക്കം നൽകാനും മുടിയെ മോയ്സ്ചറൈസ് കണ്ടന്റ് ഉണ്ടാവാനും ഒക്കെ ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒരു ഓയിലാണ്. അത് ഞാൻ 10 ഗ്രാമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് കൂടുതൽ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ ചേർക്കേണ്ട. ഞാൻ ഈ പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ടാമത് ചേർത്തത് സെട്രിമോണിയം ക്ലോറൈഡ് ആണ്. ഹെയർ കണ്ടീഷണർ എഫക്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ. മുടിയെ ഒരു കണ്ടീഷണർ എഫക്റ്റ് കൊടുക്കുന്നതാണത്. അതും 10 ഗ്രാം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ചേർത്തത് ഡിമെത്തിക്കോൺ എന്ന് പറയുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് 5 ഗ്രാം മാത്രം മതി. കൂടുതൽ ഒരിക്കലും ചേർക്കരുത് കേട്ടോ. നമ്മളെ താരനെ കൺട്രോൾ ചെയ്യാനും ചൊറിച്ചിലിനൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആവും. കൂടുതൽ ചേർക്കരുത്. പിന്നെ പോളികാർബണേറ്റ്, അതായത് PQ7 10 ഗ്രാമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഇതും ഒരു കണ്ടീഷണറാണ്. ഇത് ബേബീസിന് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിങ് എഫക്റ്റ് കൊടുക്കുന്ന സാധനമാണ്. നമ്മുടെ ഷാമ്പൂവിൽ വരെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. PQ7ഉം അതേപോലെ സെട്രിമോണിയും ഒക്കെ നമ്മുടെ ഷാമ്പൂവിൽ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിലും വിറ്റാമിൻ ഇയുടെ ഓയിലും കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്രാഗ്രൻസ് ഓയിൽ ഒരു 8 മില്ലിയൊക്കെ യൂസ് ചെയ്യാം. ഞാൻ അതേ ഇത് എടുത്തുകൊണ്ടാട്ടോ കളറ് അങ്ങനെയുള്ളത്. ഒരു 8 മില്ലി ചേർത്തിട്ടുള്ളൂ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ചേർക്കുന്നതിനനുസരിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മുടിയെ ഡ്രൈ ആക്കുന്നതിനൊക്കെ തടയാനാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ കൊറിയർ ആയിട്ട് ചെയ്തു തരും കേട്ടോ. പിന്നെ വിറ്റാമിൻ ഇൻ്റെ ഓയിൽ നമ്മുടെ കോൺസെൻട്രേറ്റ് ഓയിലാണ്. 1 ഗ്രാമാണ് ചേർക്കേണ്ടത്. വിറ്റാമിൻ ഇ ഓയിലിൻ്റെ ഇത് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മുടെ മുടിക്ക് ഒരുപാട് ഉപകാരങ്ങളുള്ള കണ്ടീഷണറാണ്. ഇപ്പോൾ ഓയിൽ തേക്കാൻ മടിയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. അതേപോലെ നല്ല ഉപകാരമുള്ള വീജം ഓയിലൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്ന കണ്ടീഷണറാണ്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഇത് കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വെക്കുകയാണ്. നമുക്ക് ഇതിലൊരു ചെറിയ സാമ്പിളിന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അവർക്ക് കുറച്ച് ബൾക്കായിട്ട് പിന്നെ വേണമെന്ന് പറഞ്ഞ് ഇൻഷാല്ലാ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരിത് എടുക്കും. അങ്ങനെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് മാത്രം ചെറിയൊരു ബോട്ടിലാക്കി എടുക്കുന്നുള്ളൂ, സാമ്പിൾ ബോട്ടിൽ. ബാക്കിയൊക്കെ ഞാനിങ്ങനെ മൂടി വെച്ചിട്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെ ആരെങ്കിലും ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. മുടിക്ക് നീളം വെക്കാനൊക്കെ സഹായിക്കും. താരനൊക്കെ കൺട്രോൾ ചെയ്യുന്ന നല്ല ഒരു കണ്ടീഷണറാണ്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടതിന് നന്ദി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.